നമസ്കാരം. നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെപ്പറ്റി എപ്പോഴെങ്കിലും സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ ഒരു അടിത്തറ ഉണ്ടാക്കാം, അതിന് സഹായിക്കുന്ന കുറച്ച് ശീലങ്ങളെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ പണത്തിന്റെ ബോസ് നിങ്ങളാണോ, അതോ പണമാണോ നിങ്ങളുടെ ബോസ്? ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാം, പക്ഷേ ഒന്ന് നിർത്തി ആലോചിച്ച് നോക്കിക്കേ. ആരാണ് ആരെ നിയന്ത്രിക്കുന്നത്? ഇതിന്റെ ഉത്തരവുണ്ടല്ലോ, നമ്മുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ തന്നെ തീരുമാനിക്കും. ശരി, നമുക്കിതിലേക്ക് കടക്കാം. സമ്പത്തുണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്തു ചെയ്യുന്നു എന്നത് മാത്രമല്ല, അതിലും പ്രധാനം നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ്. എല്ലാം തുടങ്ങുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിൽ നിന്നാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ആശയം. യഥാർത്ഥ സന്തോഷം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല. അത് നമ്മൾ അനുഭവങ്ങളിലൂടെയും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയും നമ്മൾ തന്നെ നേടിയെടുക്കേണ്ട ഒന്നാണ്. ഇവിടെ നോക്കൂ, രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴി യാത്രകൾ പോലെയുള്ള അനുഭവങ്ങൾക്കും പുതിയ സ്കിൽസ് പഠിക്കാനും പണം ചെലവഴിക്കുക. അതായത് ഉള്ളിൽ നിന്നൊരു സന്തോഷം കണ്ടെത്തുക. ഇനി രണ്ടാമത്തെ വഴി വില കൂടിയ സാധനങ്ങൾ വാങ്ങി മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിക്കുക. ആദ്യത്തേത് നമുക്ക് ലൈഫ് ലോങ് ഹാപ്പിനെസ് തരും. രണ്ടാമത്തേതോ കുറച്ച് നേരത്തേക്കൊരു സുഖം കിട്ടും. അത്രയുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നോ? അവൻ അതുണ്ട്, എനിക്കിത് വേണം എന്ന് പറഞ്ഞ് മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യുന്ന ആ ഒരു സമ്മർദ്ദത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. സന്തോഷത്തിലേക്കുള്ള ശരിക്കുള്ള വഴി കണ്ടെത്താനും ഇത് സഹായിക്കും. നമ്മുടെ പൈസ കാലിയാക്കുന്ന അടുത്ത വില്ലനാണ് ഇംപൾസ് ബയിങ്. അതായത് ഒരു നിമിഷത്തെ ആവേശത്തിൽ എന്തെങ്കിലും വാങ്ങിക്കൂട്ടുന്നത്. വികാരങ്ങളുടെ പുറത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ അയ്യോ ഇത് വാങ്ങണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഈ പ്രശ്നം നമ്മൾ കൈകാര്യം ചെയ്യണം. ഇതിനൊരു സൂപ്പർ ട്രിക്കുണ്ട്, 24 hours റൂൾ. സിമ്പിളാണ്. എന്തെങ്കിലും വാങ്ങാൻ ഭയങ്കരമായിട്ടൊരു തോന്നൽ വന്നാൽ അപ്പോൾ തന്നെ ചാടിക്കേറി വാങ്ങരുത്. ഒരു ദിവസം വെറും 24 hours വെയിറ്റ് ചെയ്യുക. ആ ഒരു ദിവസം കഴിയുമ്പോഴുണ്ടല്ലോ, ആ ഇമോഷണൽ ഹൈയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ആലോചിക്കുക, ഇതെനിക്ക് ശരിക്കും വേണോ എന്ന്. മിക്കവാറും ആ ആഗ്രഹം അപ്പോഴേക്കും പോയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയായി. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കാം. സമ്പത്തുണ്ടാക്കാൻ സഹായിക്കുന്ന ചില സ്മാർട്ട് നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 2 തരം ആസ്തികളുണ്ട്, വില കൂടുന്നവയും വില കുറയുന്നവയും. ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്കുകൾ പോലെയുള്ള ആസ്തികളുടെ വില കാലം കഴിയുന്തോറും കൂടും. അത് നമുക്ക് പണമുണ്ടാക്കിത്തരും. പക്ഷെ പുതിയ കാറ്, ഏറ്റവും പുതിയ ഫോണൊക്കെ വാങ്ങിയാൽ എന്താ സംഭവിക്കുക? വാങ്ങിയ ആ നിമിഷം മുതൽ അതിന്റെ വില കുറയാൻ തുടങ്ങും. ഇതാണ് ആ വലിയ മാറ്റം. നമ്മൾ വെറുതെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരാളിൽ നിന്ന് ഒരു നിക്ഷേപകനായി ചിന്തിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ പണം നമുക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നേരത്തെ നിക്ഷേപം തുടങ്ങുന്നതിന്റെ ഒരു മാജിക്കാണ്. എല്ലാ മാസവും നമ്മൾ മാറ്റിവെക്കുന്ന ഒരു ചെറിയ തുകയ്ക്ക് കാലക്രമേണ എന്ത് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? വലിയ തുകയൊന്നും വേണ്ട. നമുക്ക് മാസം വെറും 500 രൂപയിൽ നിന്ന് തുടങ്ങാം. ഇത് ഒരുവിധം എല്ലാവർക്കും മാറ്റിവെക്കാൻ പറ്റുന്നൊരു തുകയല്ലേ? ഇനി ഈ പണം നമുക്കൊരു വർഷം ഏകദേശം 12% റിട്ടേൺ കിട്ടുന്ന ഒരു നിക്ഷേപത്തിലിടുന്നു എന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക. കുറച്ച് ദശാബ്ദങ്ങൾക്ക് ശേഷം എന്താവുമെന്നറിയോ? ആ മാസം 500 രൂപ വെച്ചു തുടങ്ങിയ നിക്ഷേപം ഏകദേശം 50 ലക്ഷം രൂപയായി മാറും. അതെ, ഞാൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല. 50 lakhs. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്. അതായത് നിങ്ങളുടെ പലിശയ്ക്കും പലിശ കിട്ടാൻ തുടങ്ങും. എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നല്ലത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഒരു വശത്ത് നടക്കട്ടെ. ഇനി നമ്മുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് കുറച്ചുകൂടി വേഗത്തിലാക്കാൻ എന്തു ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. പണം സേവ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് പണം ഉണ്ടാക്കുന്നതും. സ്വന്തമായി പണം സമ്പാദിക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. അതുമാത്രമല്ല, നമുക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളും കിട്ടും. ചെറുപ്പത്തിൽ തന്നെ പണം സമ്പാദിക്കാൻ ഒരുപാട് വഴികളുണ്ട്. പഠനത്തിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന പാർട്ട് ടൈം ജോലികൾ, ഇഷ്ടമുള്ള ഫീൽഡിൽ ഇന്റേൺഷിപ്പുകൾ, അല്ലെങ്കിൽ സ്വന്തമായി ഒരു ചെറിയ ഓൺലൈൻ ബിസിനസ് വരെ തുടങ്ങാവുന്നതേയുള്ളൂ. ഒരു കാര്യം ഓർക്കുക, പണമുണ്ടാക്കുന്നത് പണത്തിനു വേണ്ടി മാത്രമല്ല. ഉത്തരവാദിത്വം, ടൈം മാനേജ്മെന്റ്, കഠിനാധ്വാനത്തിന്റെ വില, ഇതൊക്കെ നമ്മൾ ഇതിലൂടെ പഠിക്കും. ഇത് നമ്മുടെ ഭാവിയിലെ ഏത് ജോലിക്കും ഒരു മുതൽക്കൂട്ടായിരിക്കും. പലപ്പോഴും പണത്തെപ്പറ്റി സംസാരിക്കാൻ നമുക്കെല്ലാവർക്കും ഒരു മടിയാണല്ലേ? എന്നാൽ സത്യം എന്താണെന്നറിയോ? പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു മോശം കാര്യമല്ല. അതൊരു കഴിവാണ്, നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു സ്കിൽ. ഇത് പഠിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലം നമ്മുടെ വീട് തന്നെയാണ്. വീട്ടിൽ പണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ പങ്കുചേരുക. സംശയങ്ങൾ ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. ബജറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടുപഠിക്കുക. ഇത് നിങ്ങളുടെ അറിവ് വളരെ പെട്ടെന്ന് വർദ്ധിപ്പിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു.
മൈൻഡ്സെറ്റ് മുതൽ പ്രാക്ടിക്കൽ കാര്യങ്ങൾ വരെ. ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി ഈ പ്രധാനപ്പെട്ട പാഠങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. 1. എല്ലാം തുടങ്ങേണ്ടത് ശരിയായ മാനസികാവസ്ഥയിൽ നിന്നാണ്. 2. ഏതാണ് നല്ല ആസ്തി, ഏതാണ് മോശമെന്ന് തിരിച്ചറിയുക. 3. എത്രയും പെട്ടെന്ന് സമ്പാദിച്ചു തുടങ്ങുക. 4. സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുക. അവസാനമായി, പണത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനും പഠിക്കാനും എപ്പോഴും തയ്യാറായിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. പക്ഷേ നിങ്ങളുടെ യാത്ര ഇപ്പോഴാണ് ശരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു നിർത്താം. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഇന്ന് എന്ത് ഇൻവെസ്റ്റ്മെൻ്റാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അത് ചിലപ്പോൾ ഒരു 500 രൂപയുടെ സേവിങ്സ് ആകാം, അല്ലെങ്കിൽ പുതിയൊരു സ്കിൽ പഠിക്കുന്നതാകാം, അതുമല്ലെങ്കിൽ വീട്ടിൽ പണത്തെക്കുറിച്ചൊരു സംസാരം തുടങ്ങുന്നതുമാകാം. ചോയ്സ് നിങ്ങളുടേതാണ്. ആക്ഷൻ എടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്.